ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ നേരെ എടുത്ത് സർജറി ചെയ്യുകയല്ല ചെയ്യുക. അതിന് നല്ല മരുന്നുകളുണ്ട്. എന്ത് പച്ചമരുന്ന് ചെയ്തെന്നാലും അത് ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് 7 മില്ലിമീറ്റർ സൈസിൽ കൂടുതലുണ്ടെങ്കിൽ അത് മൂത്രത്തിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലുന്നതിൻ്റെ അർത്ഥശൂന്യത ഒന്ന് ആലോചിച്ചെന്നാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ. ജീവിതാവസാനം വരെ പാല് കുടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമായിരിക്കും. പശുവിൻ്റെ ക്രാവിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാല് നമ്മൾ അടിച്ചു മാറ്റി കുടിക്കുക. അതങ്ങ് 80 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും നല്ലപോലെ പാല് കുടിച്ചെന്നാൽ ശക്തി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അപ്പം നമുക്ക് 1 മാസം വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം. 1 മാസം വരെ നോക്കിയിട്ടും ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ സർജറി എന്ന് പറയുന്ന ഓപ്ഷന് മുമ്പ് വേറൊരു സംഗതിയുണ്ട്. കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അഥവാ വന്നു പോയെന്നാൽ അത് മൂത്രത്തിലൂടെ അങ്ങ് പോകാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? ഇനി മൂത്രത്തിൽ പോകാത്ത കല്ലുകളുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒറ്റമൂലി പ്രയോഗങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഈ മൂത്രത്തിൽ കല്ലിന് പലപ്പോഴും വയറുവേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം എന്നാണ് പലരുടെയും ധാരണ. പക്ഷെ അങ്ങനെ വയറുവേദന മാത്രമല്ല, ചിലപ്പോൾ അത് വെറും നടുവേദനയായിട്ട് വരാം. നടുവേദന എന്ന് പറയുന്നത് അത് എല്ലിൻ്റെ പ്രശ്നം കൊണ്ടോ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടോ മാത്രമല്ല, മൂത്രത്തിൽ കല്ലുള്ളപ്പോൾ കിഡ്നി സ്റ്റോൺ കണ്ടല്ല, അത് യൂറീറ്ററിലോട്ട് ഇറങ്ങുമ്പോഴേക്കും ഉണ്ടാകുന്ന വേദന അത് പലപ്പോഴും റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. അതായത് നമ്മുടെ വയറിൽ നിന്ന് ചിലപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അത് തുടയുടെ ഭാഗത്തും, പുരുഷന്മാർക്ക് അത് വൃഷ്ണസഞ്ചികളിലും ടെസ്റ്റിക്കുലാർ പെയിൻ ആയിട്ട് പോലും അത് അനുഭവപ്പെട്ടേക്കാം. അത് റേഡിയേറ്റിംഗ് പെയിനാണ് എന്നാണ് നമ്മൾ അതിനെ മെഡിക്കലി വിശേഷിപ്പിക്കുക. അതോടൊപ്പം ഒരു വിധത്തിലുള്ള വേദനയും ഇല്ലാതെ മൂത്രത്തിൽ രക്തമയം കണ്ടെന്നാൽ അതും ഇത് ഹെമച്യൂറിയ എന്ന് പറയുന്ന ഈ സിംറ്റമായി അത് റീനൽ കാൽക്കുലയുടെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോഴേക്കും നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് അത് കൺഫേം ചെയ്യണം. ആ ടെസ്റ്റിനെ കുറിച്ചും പറയാം. അത് അൾട്രാസൗണ്ട് അബ്ഡമൻ മാത്രമല്ല, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ കിഡ്നിയിൽ ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ സ്റ്റക്കായിരുന്നാൽ അത് പലപ്പോഴും വേദന ഉണ്ടാക്കില്ല. അത് യൂറീറ്റർ എന്ന് പറയുന്ന കിഡ്നിയിൽ നിന്നും താഴേക്ക് വരുന്ന മൂത്രനാളിയിൽ ഈ പറഞ്ഞ എന്തെങ്കിലും സ്റ്റോണ് വന്ന് കുടുങ്ങി അതിൻ്റെ ഭിത്തികളിലുണ്ടാക്കുന്ന ചെറിയ പോറലുകൾ കൊണ്ടാണ് വേദന മെയിനായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് RBCs വെള്ള യൂറിനിൽ ചിലപ്പോൾ രക്തമയമായിട്ട് നമുക്ക് കാണാം, ചുവന്ന രക്താണുക്കളുടെ അംശം കൊണ്ട്. അതുപോലെ ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് എന്ത് കോമ്പൗണ്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. യൂറിക് ആസിഡിൻ്റെ കൂടുതൽ കൊണ്ട് ഉണ്ടാകുന്ന ക്രിസ്റ്റൽസ് ഉണ്ട്, കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. അത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ടും ഒക്കെയുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാകാം. ഇത് കാണാൻ പറ്റാത്ത പോലെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ കല്ലിൻ്റെ സൈസ് കൂടുന്തോറും അതിൻ്റെ വേദന ചിലപ്പോൾ കുറയുകയാണ് ചെയ്യുക. കാരണം കുറഞ്ഞ സൈസിലുള്ള കല്ലുകൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ തരി പോലുള്ള കല്ലുകളാണ് കൂടുതൽ വേദന ഉണ്ടാക്കുക. അതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ പ്രസവ വേദനയേക്കാൾ ഭയങ്കരമാണ് എന്നുള്ളത് അനുഭവിച്ചവർക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ കല്ല് മൂത്രത്തിലൂടെ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ മൂത്രനാളിയിൽ ബ്ലോക്ക് ഉണ്ടാക്കാം. അതുവഴി കിഡ്നിയിൽ നീർക്കെട്ടുണ്ടാക്കുകയും ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാം. റെക്കറൻ്റായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അതായത് എപ്പോൾ നോക്കിയെന്നാലും മൂത്രത്തിൽ ഇഷ്ടം പോലെ പസൽസ്, ന്യൂമറസ് പസൽസ് അല്ലെങ്കിൽ WBCs എന്ന് കാണിക്കുന്നത് കാണാം. അതുപോലെ ഇതിങ്ങനെ നമ്മൾ അറിയാതെ പോയെന്നാൽ ചിലപ്പോൾ അത് റീനൽ ഫെയിലിയറിലോട്ട് കിഡ്നി അടിച്ചു പോകാൻ തന്നെ കാരണമായേക്കാം. അപ്പോൾ അന്നേരം ക്രിയാറ്റിനും യൂറിയൊക്കെ കൂടി കഴിയുമ്പോഴേ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പോലും സാധ്യതയുള്ളൂ. കാരണം ഇത് കിഡ്നിയിൽ ഒരു 70% എങ്കിലും ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷമേ യൂറിയ ക്രിയാറ്റിനും കൂടത്തുള്ളൂ. നമുക്ക് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകാൻ ഒരു കിഡ്നിയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെ ആൾക്കാർ മുമ്പോട്ട് വരുന്നത് തന്നെ. പക്ഷേ ഈ 2 കിഡ്നിയിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കല്ലടിഞ്ഞു പോയി മിക്കവാറും 2 കിഡ്നിയിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി റീനൽ ഫെയിലിയറിലോട്ട് പോവുകയാണ് ചെയ്യുക. കാരണം ഈ ക്രിസ്റ്റൽസ് പലപ്പോഴും ഇത് കൂടിച്ചേർന്ന് ചെറിയ കല്ലുകൾ കൂടിച്ചേർന്ന് വലിയ കല്ലാകുകയും അത് ബ്ലോക്ക് ആകുകയും ചെയ്യും. അത് യൂറീറ്ററിനേക്കാൾ സൈസ് വയ്ക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 7 മില്ലിമീറ്ററിലും സൈസ് കൂടിയെന്നാലാണ് ബ്ലോക്ക് ഉണ്ടാവുക.
അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് മൂത്രം തീരെ പോകാത്ത രീതിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും അത് കിഡ്നിയിൽ വലിയ രീതിയിലുള്ള നീർക്കെട്ടിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് യൂറിൻ പോകണം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് യൂറിൻ പോകാൻ എന്ത് ചെയ്യണം? നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കണം. 1.5 ലിറ്റർ യൂറിൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് 1 ലിറ്റർ കുപ്പി എടുത്തു വെച്ചിട്ട് 3 പ്രാവശ്യം അത് നിറച്ച് കുടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെയാണ് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട് ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചായ, കാപ്പി പോലുള്ള സാധനങ്ങൾ, ചോക്ലേറ്റ്സ്, ഈ ആനിമൽ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളപ്പോൾ അതിൽ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന ബീഫ്, മട്ടൺ, പോർക്ക് തുടങ്ങിയ സാധനങ്ങളെല്ലാം റെഡ് മീറ്റാണ്. അത് യൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റും കൂട്ടാം, അതുവഴി ക്രിസ്റ്റൽസ് ഉണ്ടാക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ 7 മില്ലിമീറ്റർ സൈസുള്ള യൂറീറ്ററിൻ്റെ കാളും വലിയ കല്ലുകൾ ഉണ്ടാകുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പച്ചമരുന്ന് ചെയ്തെന്നാലും അത് ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് 7 മില്ലിമീറ്റർ സൈസിൽ കൂടുതലുണ്ടെങ്കിൽ അത് മൂത്രത്തിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് പറയുകയുണ്ടായി, സ്റ്റാഫിൻ്റെ ബ്രദറിന് പറഞ്ഞ പോലെ കല്ലുണ്ടാവുകയും അപ്പോൾ കല്ല് മൂത്രത്തിലൂടെ പോകും എന്ന് പറഞ്ഞ് ഒരു പച്ചില മരുന്ന് ചെയ്യാനായിട്ട് ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി. പച്ചിലകൾ എന്താണ്ടൊക്കെ കൊടുത്തു. എന്തോ ലേപനം വെച്ചിട്ട് ഈ വൈദ്യുതി തന്നെ വയറിലിങ്ങനെ തിരുമ്മി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുകൾ എടുത്ത് കാണിച്ചു. ഈ കല്ലുകളെല്ലാം അവിടെ നിന്ന് വന്നാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പലപ്പോഴും ഈ വൈദ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഇതിനെപ്പറ്റിയുള്ള ചികിത്സാരീതി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ആയുർവേദം ഏറ്റവും നല്ല ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ്. പക്ഷേ BAMS ഡിഗ്രി ഉള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് മാത്രം നിങ്ങൾ പോയി ചികിത്സ ചെയ്യുക. ഹോമിയോ ആണെങ്കിലും വേറെ ഏത് തരത്തിലുള്ള അലോപ്പതി ആണെങ്കിലും നമ്മൾ അതിന് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയും. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഇരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയാണ്. അത് ഈ പാമ്പ് കടിച്ചിട്ടുള്ള വിഷചികിത്സയാണെങ്കിലും ശരി, 90% പാമ്പുകളും വിഷമില്ലാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിടിവള്ളി വെച്ചിട്ടാണ് പലരും ചികിത്സ നടത്തുന്നത് തന്നെ എന്ന് മനസ്സിലാക്കുക. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലുന്നതിൻ്റെ അർത്ഥശൂന്യത ഒന്ന് ആലോചിച്ചെന്നാൽ പിടികിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ കിഡ്നിയുടെ ഉള്ളിൽ വരുന്ന ഒരു 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കല്ലാണെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞത് മില്ലിമീറ്ററാണ്, ഇത് സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും വലിയ കല്ലാണെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നേക്കാം. പക്ഷേ യൂറീറ്ററിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു 5 മില്ലിമീറ്ററിൻ്റെ കല്ലാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായ വേദനയും പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഒരു കിഡ്നി നോർമലായി ഇരുന്നാൽ തന്നെ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ ചിലപ്പോൾ ആൾ പോയേക്കും. അതുകൊണ്ട് തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡിൽ നോർമലായിട്ട് കാണും, യൂറിയ ക്രിയാറ്റിനൊക്കെ. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് അബ്ഡമനാണ്, അൾട്രാസോണോഗ്രാം. പക്ഷേ ഈ അൾട്രാസോണോഗ്രാമിനൊരു പ്രശ്നമുണ്ട്. നമുക്ക് 60% വരെ സെൻസിറ്റിവിറ്റിയെ ഈ അൾട്രാസൗണ്ട് മെഷീൻ പറയാൻ പറ്റുള്ളൂ. അത് ഏറ്റവും നല്ല മെഷീനാണെങ്കിൽ പോലും നമ്മൾ ഈ സൗണ്ട് വേവ്സ് വെച്ചിട്ടാണ് ഈ കിഡ്നിയുടെ കല്ല് പിടിച്ചെടുക്കാൻ നോക്കുന്നത്. അതിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും നല്ല ഒരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി എന്ന് പറയുന്നത് CT സ്കാനാണ്. നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാവുന്നത്. കാരണം CT സ്കാനിൽ നമുക്ക് CT വേവ്സ് പലതരത്തിലുള്ള എക്സ്റേ എടുക്കുന്നത് പോലെ അതിൻ്റെ പല സെക്ഷനായിട്ട് വിശദാംശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് കഴിയുമെങ്കിൽ CT സ്കാൻ എടുത്ത് നോക്കുന്നത് തന്നെയാണ് ഇതിന് ഏറ്റവും ഉത്തമം. ഈ ക്രിസ്റ്റൽസ് നമ്മൾ മൂത്രത്തിലൂടെ പോകാൻ, അത് 7 മില്ലിമീറ്റർ സൈസിൽ താഴെയുള്ള ക്രിസ്റ്റൽസ് ആണെങ്കിൽ നമുക്ക് മൂത്രത്തിലൂടെ പോകണം. പക്ഷേ മൂത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ ക്രിസ്റ്റൽസ് പോകാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മൂത്രം പോകണം. അതിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു പേരും പറയും, ഫ്ലഷ് തെറാപ്പി എന്ന്. പലപ്പോഴും നല്ലപോലെ വെള്ളം കുടിച്ചിട്ട് ചെറിയൊരു ഡയൂററ്റിക് മരുന്നും കൂടെ കൊടുക്കും മൂത്രം കൂടുതൽ പോകാനായിട്ട്. അപ്പോൾ അതിലൂടെ അങ്ങ് ഫ്ലഷ് ചെയ്ത് ഇതിനെ കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ. പലപ്പോഴും പുരുഷന്മാരിൽ 50 വയസ്സ് കഴിയുമ്പോൾ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാം. അപ്പോൾ അത് തന്നെ ഈ മൂത്രതടസ്സം ഉണ്ടാക്കുകയും ആ മൂത്രം ശരിക്കും ഫ്ലോ ചെയ്യാത്തത് കൊണ്ട് ഇതുപോലെ റെക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മൾ ഭക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ പോലെ റെഡ് മീറ്റ് പരമാവധി കുറയ്ക്കുക. അതുപോലെ ഈ ആനിമൽ ഓർഗൻസ് ആയിട്ടുള്ള, അതായത് ലിവർ,
ഇപ്പോൾ കോഴിയുടെ ഹാർട്ട്, ഇങ്ങനെയുള്ളതൊക്കെ ഹൈ പ്യൂറിൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് അത് പരമാവധി കുറയ്ക്കുക. ഏറ്റവും പ്രധാനം നമ്മുടെ ആൽക്കഹോൾ, ബിയർ ഇൻടേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പുകവലിയും നമ്മുടെ രക്ത ഓട്ടം കുറച്ച് കളയുന്നത് കൊണ്ട് അത് കിഡ്നി സ്റ്റോണിന് കാരണമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്മോക്കിങ്ങും ആൽക്കഹോളും അങ്ങ് ഉപേക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. സീ ഫുഡ് ഐറ്റംസ്, ഷെല്ല് ഫിഷ്, പലപ്പോഴും കൊഞ്ച്, ഞണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ പ്യൂറിൻ കണ്ടൻ്റ് ഉള്ളതാണ്. അതുപോലെ സോൾട്ട് ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പാലുൽപ്പന്നങ്ങളും പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ജീവിതാവസാനം വരെ പാല് കുടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമായിരിക്കും. പശുവിൻ്റെ ക്ടാവിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാല് നമ്മൾ അടിച്ചു മാറ്റി കുടിക്കുക. അതങ്ങ് 80 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും നല്ലപോലെ പാല് കുടിച്ചെന്നാൽ ശക്തി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. എന്നാൽ തൈര് ലാക്റ്റിക് ആസിഡ്, ബാസിലസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നല്ലതാണ്. അപ്പോൾ പാലിന് പകരം തൈര് കുടിച്ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ പാല് എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് മാത്രമേ അത് എഫക്റ്റീവായിട്ട് ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ പാല് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് കുടിക്കുക. അതായത് ലോ ടോൺ മിൽക്ക്, ടോൺഡ് മിൽക്കെന്നോ സ്കിംഡ് മിൽക്കെന്നോ ഒക്കെ പേരിൽ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അതുപോലെ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത്. ബനാന, നേന്ത്രപ്പഴം, എ ബനാന എ ഡേ കീപ്സ് BP അറ്റ് ബേ എന്നൊരു പഴഞ്ചൊല്ല് പോലും ഉണ്ട്. ബ്രൊക്കോളി എല്ലാം നല്ല പൊട്ടാസ്യം കണ്ടൻ്റ് ഉള്ളതാണ്. സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, ഓറഞ്ച്, ഗ്രേപ്സ്, ഏറ്റവും പ്രധാനം ക്രാൻബെറി എന്ന് പറയുന്നൊരു സാധനമാണ്. ക്രാൻബെറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ആൾക്കാർക്ക് അറിയത്തില്ല. അതിന് വൃക്കപ്പഴം എന്നൊരു പേര് പോലും ഉണ്ട്. അതിന് പല ദേശത്തും പലതായിരിക്കും പറയുക. ലവ്ലോലിക്ക എന്ന് ചൊല്ലി പറയും, ലൂബിക്ക എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. ഇനി ഇതിൻ്റെ ചികിത്സ, ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ നേരെ എടുത്ത് സർജറി ചെയ്യുകയല്ല ചെയ്യുക. അതിന് നല്ല മരുന്നുകളുണ്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ ഫ്ലഷ് തെറാപ്പിയിലൂടെ പോകാനായിട്ട് പറ്റുമോ എന്ന് നോക്കും. അതിന് നല്ല മരുന്നുകൾ ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ തന്നെ അവൈലബിൾ ആണ്. 7 മില്ലിമീറ്റർ സൈസിൽ കൂടുതലുണ്ടെങ്കിൽ, കിഡ്നിക്ക് എന്തെങ്കിലും ബ്ലോക്കോ ഹൈഡ്രോനെഫ്രോസിസോ ഉണ്ടെങ്കിൽ, യൂറിറ്ററിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് വരുത്തുന്നുണ്ടെങ്കിൽ, അതിഭയങ്കരമായ കിഡ്നി സ്റ്റോണിൻ്റെ വേദനയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ആൾ ബോധം കെട്ടുപോകുന്ന പോലത്തെ വേദന ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ 2 ആഴ്ച വിട്ട് നമ്മൾ അൾട്രാസൗണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പോലും ഇത് റെക്കറൻ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത് സർജറി ചെയ്ത് എടുത്ത് മാറ്റുക മാത്രമേ മാർഗമുള്ളൂ. അപ്പം നമുക്ക് 1 മാസം വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം. 1 മാസം വരെ നോക്കിയിട്ടും ഇത് മാറിയില്ലെന്നുണ്ടെങ്കിൽ സർജറി എന്ന് പറയുന്ന ഓപ്ഷന് മുമ്പ് വേറൊരു സംഗതിയുണ്ട്, യൂറിത്രോസ്കോപ്പി. അതായത് അതൊരു എൻഡോസ്കോപ്പിക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അത് മുറിവില്ലാതെ നമ്മുടെ ഏതെങ്കിലും ഒറിഫിസസിലൂടെ ഒരു ക്യാമറ ഘടിപ്പിച്ച ട്യൂബ് കടത്തി വിടുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ടു ലുക്ക് ഇൻസൈഡ് ദ ബോഡി എന്നാണ് എൻഡോസ്കോപ്പ്. അത് നമ്മൾ ബ്രോങ്കസിലൂടെ ശ്വാസകോശത്തിലോട്ടിട്ട് നോക്കുമ്പോൾ അതിനെ ബ്രോങ്കോസ്കോപ്പി എന്ന് വിളിക്കും. GI സ്കോപ്പി, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ എൻഡോസ്കോപ്പി ഉണ്ട്. മലദ്വാരത്തിലൂടെ കടത്തുമ്പോൾ കൊളോണോസ്കോപ്പി ഉണ്ട്. അതുപോലെ തന്നെയാണ് മൂത്രനാളിയിലൂടെ കടത്തുന്ന യൂറിത്രോസ്കോപ്പി. അത് തീർത്തും വേദനാരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അത് ചെയ്യുമ്പം ബോധം കെടുത്തുക പോലും വേണ്ട. ഇപ്പം ഒരു ലോക്കൽ ബ്ലോക്ക് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പം സ്പൈനൽ അനസ്തീഷ്യ, അതായത് നമ്മൾ ബോധമൊക്കെ ഉണ്ടാവും, ഡോക്ടർ ആളോട് സംസാരിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ബ്രോങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ പേഷ്യൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുക. ചില ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയും. അപ്പോൾ ആ പേഷ്യൻറ്റിന് ആ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടുള്ള മരുന്ന് ചിലപ്പോൾ മാത്രം ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ അതുപോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഒട്ടും വേദനയില്ല എന്നുള്ളതാണ്. 10 മിനിറ്റ് മാത്രമേ ഇതിനെ എടുക്കത്തുള്ളൂ. ഇപ്പോൾ യൂറിത്രോസ്കോപ്പി ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ നോക്കി ആ കല്ലുകളുണ്ടെങ്കിൽ അത് കല്ല് കാണിച്ചു തരികയും ചെയ്യും. മോണിറ്ററിൽ ഡോക്ടർ തന്നെ അത് കാണിച്ചു തരും. സംസാരിച്ചുകൊണ്ടാണ് അത് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അത് ആ കല്ല് നമുക്ക് അതിലൂടെ തന്നെ അങ്ങ് എടുത്ത് മാറ്റാം. ഇനി അതിലൂടെ മാറ്റാൻ പറ്റാത്ത കല്ലുകളാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള സർജറീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് തീരുമാനിക്കുക. അതിന് വേണ്ട യഥാസമയം ഉള്ള ചികിത്സ സ്വീകരിക്കുക. ഇതോടൊപ്പമുള്ള മറ്റു രോഗങ്ങളും കൃത്യമായിട്ട് നമ്മൾ ചികിത്സിച്ചിരിക്കണം. പ്രത്യേകിച്ചും തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റീസ്, പാരാതൈറോയിഡ് എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഗ്ലാൻഡ് ഉണ്ട്. അതുപോലെ ഒബീസിറ്റി, ഒത്തിരി വണ്ണമുള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇവന്മാരെല്ലാം നല്ല കൂട്ടുകാരായിട്ട് ഒരുമിച്ചിരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമോബിഡിറ്റീസ് എല്ലാം
യഥാസമയം കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൺട്രോളിൽ വെച്ചിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂട്ടുകാരായിട്ട് ഒരുമിച്ച് നമ്മളെ ആക്രമിച്ച് ഏതെങ്കിലും ഒരു അവയവത്തെ അവൻ കയറി കൂടുതൽ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. എവരിവൺ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. താങ്ക് യു.